Hi, hello, and welcome back to another episode of the Leap by IAS Factor. So, in the first question, what are Mundari, Kui, and Bhili the types of? സോ ഒരു ഡയറക്റ്റ് പ്ലെയിൻ ചോദ്യത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂന്ന് പേരുകൾ നിങ്ങൾക്ക് അവിടെ കാണാനൊക്കും. മുണ്ടാരി, കുയി ആൻഡ് ഭിലി. ഇത് മൂന്ന് എന്തിൻ്റെ ടൈപ്സ് ആണെന്നാണ് ചോദ്യം. യൂഷ്വലി UPSC ഈ സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യനിൽ പ്രിലിംസിൽ വരാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട്. യൂഷ്വലി വരാറുള്ളത് ഈ പറയുന്ന പോലെ ഒന്നുകിൽ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യ ഏൻഷ്യൻ്റ് ഇന്ത്യ അല്ലെങ്കിൽ മെഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ കറണ്ട് അഫെയറിൽ വരുന്ന ആർട്ട് ആൻഡ് കൾച്ചർ ബേസ്ഡ് ഏരിയയിൽ നിന്നായിരിക്കും ഈ ചോദ്യങ്ങൾ ഉണ്ടാവുക. സാധാരണ ഏൻഷ്യൻ്റ് മെഡീവൽ നമ്മുടെ നോർമൽ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കിട്ടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ പണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതുകൂടാതെ കറണ്ട് അഫെയറിൽ നിന്നായിരിക്കും ചോദ്യം. അപ്പോൾ ഇതങ്ങനെ കറണ്ട് അഫെയറിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇതിനകത്ത് രണ്ട് പേരുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് കുറേ കൂടെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ നോക്കും. ബിക്കോസ് ഭിലി ഈ ഭിൽ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബിൽ എന്നുള്ളത് നിങ്ങൾ എവിടെയാണ് കേട്ടിരിക്കുന്നത്? അപ്പോൾ അങ്ങനെ ബില്ലെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെയും കേൾക്കാൻ ഒക്കും. മുണ്ട കേട്ടോ, ബില്ല് കേട്ടിട്ടുണ്ട്, മുണ്ട കേട്ടിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കാനില്ലല്ലേ, നമ്മൾ ട്രൈബൽ ലാംഗ്വേജസ് എന്നുള്ള ആ ഓപ്ഷനിലേക്ക് അങ്ങ് കയറ്റി അങ്ങ് കുത്തും. കാരണം എന്തുകൊണ്ടാ? മുണ്ടാരിയും കുയിയും ഭിലിയും എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിലെ ട്രൈബൽ ലാംഗ്വേജസ് ആണ്. മുണ്ട ട്രൈബ് എവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്? മുണ്ട ട്രൈബ് ഏറ്റവും കൂടുതലുള്ളത് ജാർഖണ്ഡിലാണല്ലേ. അതുകൊണ്ട് മുണ്ടാരി എന്ന് പറയുന്നത് ജാർഖണ്ഡിലുള്ള മുണ്ടാസിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഭാഷകളിലൊന്നാണ്. ബിൽസ് ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശും അതിൻ്റെ അടുത്തുള്ള ഏരിയകളിലൊക്കെയാണ്. സോ ബിലി ആ ഭിൽ ട്രൈബ് മധ്യപ്രദേശിലാണ് പ്രധാനമായിട്ടും ഭിൽ ട്രൈബ് ഉള്ളത്, ചുറ്റുവട്ടതുകൊണ്ട്. അപ്പോൾ അവിടെയുള്ള ബിൽസ് സംസാരിക്കുന്ന ഭാഷ ഭിലിയാണ്. ആൻഡ് കുയി എന്ന് പറയുന്നത് ഒഡീഷയിലെ ഉള്ള ഒരു ട്രൈബിൻ്റെ പേരുമാണ്, അവരുടെ ലാംഗ്വേജിൻ്റെ പേരും അങ്ങനെ തന്നെയാണ്. സോ എന്തുകൊണ്ട് ഇത് ന്യൂസിൽ വന്നു എന്ന് ചോദിച്ചാൽ, റീസെൻ്റ്ലി ആദിവാണി എന്നും പറഞ്ഞിട്ട് ഒരു ട്രാൻസ്ലേഷൻ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ്, ഇന്ത്യയുടെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഈ പറയുന്ന കൾച്ചറൽ ഹെറിറ്റേജ് എല്ലാവർക്കും ആക്സസബിൾ ആവുന്ന രീതിയിലേക്ക് എല്ലാ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആദിവാണി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആദിവാസീസ് എന്നുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് പ്രത്യേകം ബൂസ്റ്റ് ചെയ്യേണ്ടതും സപ്പോർട്ട് ചെയ്യേണ്ടതുമായിട്ടുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുണ്ടാരി, കുയി, ഭിലി എന്നൊക്കെ പറയുന്ന ട്രൈബൽ ലാംഗ്വേജസ് ന്യൂസിൽ വന്നിട്ടുള്ളത്. പലരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ളവർക്ക് ഇത് ഈസി ആയിട്ടുള്ള എണ്ണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്രം എക്കണോമി, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഗിൽറ്റ് ഫണ്ട്. ഗിൽറ്റ് ഫണ്ടുകളെ കുറിച്ചിട്ടാണ് ചോദ്യം. സോ ഗിൽറ്റ് ഫണ്ട്സ് ആർ ഡെറ്റ് ഫണ്ട്സ് ദാറ്റ് പ്രൈമർലി ഇൻവെസ്റ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അപ്പോൾ ആദ്യം ഗിൽറ്റ് ഫണ്ട് എന്താണ് എന്ന് അറിയാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ക്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഗിൽട്ട് എന്നുള്ള വാക്ക് എവിടെ യൂസ് ചെയ്യുന്നു എന്ന് അറിയാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ക്രാക്ക് ചെയ്യുക കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ഗിൽറ്റ് ഞാൻ പറയാം. ഈ പേരുകൾ നമ്മളെല്ലായിടവും കേൾക്കുന്നത് ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വഴിയാണ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. മനസ്സിലായി? അതായത് ഗിൽറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഡെറ്റ് ഫണ്ടാണ്. തീർച്ചയായിട്ടും അതെ. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. നിങ്ങൾ ഗിൽറ്റ് അക്കൗണ്ട് എന്ന് കേട്ടിട്ടുണ്ടാവും. ഗിൽറ്റ് അക്കൗണ്ട് കേട്ടിട്ടോ കണ്ടിട്ടോ ഒക്കെ ഉണ്ടാവും ഇത് ന്യൂസിൽ വരുമ്പോൾ. ഗിൽറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ഒരു അക്കൗണ്ടാണ്. RBIയിൽ സ്പെഷ്യൽ ഗിൽറ്റ് അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതേപോലെയൊക്കെയാണ് ഗിൽറ്റ് ഫണ്ട്. ഈ ഗിൽറ്റ് എന്ന് പറയുന്ന വാക്ക് കാണുമ്പോൾ തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഈസിയായി. സോ ഗിൽറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഡെറ്റ് ഫണ്ടാണ്. അപ്പം ഡെറ്റ് ഫണ്ട് എന്തൊക്കെയാണ്, അങ്ങനത്തെ ബേസിക്സ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. സോ ഗിൽറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഡെറ്റ് ഫണ്ടാണ്. ആ ഡെറ്റ് ഫണ്ട് പ്രധാനമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഗവൺമെൻറ് സെക്യൂരിറ്റീസിലാണ്. അപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരാം? കേന്ദ്ര സർക്കാരിന് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസും വരാം, സ്റ്റേറ്റ്സിൻ്റെ SDLs സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസും അതിനകത്ത് കടന്നു വരാം. അത് നമ്മളെപ്പോഴും മനസ്സിൽ വെക്കണം കേട്ടോ. അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനെ മാത്രമാണ് എന്നൊരു തോന്നലുണ്ടാവരുത്. സെൻട്രൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടും ട്രഷറി ബിൽസും ഒക്കെ നമുക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ എന്താ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസ്, അതായത് സംസ്ഥാനങ്ങൾ കടമെടുക്കാൻ കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യത്തില്ലേ, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യും.
അതിനെ വിളിക്കുന്ന പേരാണ് SDL, സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസ് എന്ന്. ഓക്കെ, അതും ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഉൾപ്പെടും. ഇനി 2ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. 2 നോക്കൂ. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ സച്ച് ടൈപ്പ് ഓഫ് ഫണ്ട്സ് ആർ സ്യൂട്ടബിൾ വെൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇൻ ദി എക്കണോമി ആർ എക്സ്പെക്റ്റഡ് ടു കം ഡൗൺ. അതായത് എക്കണോമിയിലെ ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് വരാൻ സാധ്യതയുള്ളപ്പോഴാണ് ഇങ്ങനത്തെ ഗിൽറ്റ് ഫണ്ടുകളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ റെഡിയാവുക എന്നാണ് പറയുന്നത്. നിങ്ങൾ ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കുക. ലോജിക്കലി ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗിൽറ്റ് ഫണ്ടുണ്ട്. ഒരു ഗിൽറ്റ് ഫണ്ട് ഒരു ആവറേജ് ഒരു 6% എടുത്തു. 6% റിട്ടേൺ കൊടുക്കുന്ന ഒരു ഗിൽറ്റ് ഫണ്ട് ഉണ്ടെന്ന് കരുതുക. നോർമലി ഒരു എക്കണോമിയിലെ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് നമ്മുടെ ബാങ്കുകളിലൊക്കെ FD ഇട്ടാൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 7% ആണ് എന്ന് കരുതുക. FDയുടെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ്. സ്വാഭാവികമായിട്ട് ആളുകൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? ഇവിടെ ആയിരിക്കും കൂടുതൽ കൊണ്ട് അവരുടെ മണി പാർക്ക് ചെയ്യുക, അല്ലേ? ഫിക്സഡ് ഡെപ്പോസിറ്റിൽ 7% കിട്ടും. ഗിൽറ്റ് ഫണ്ടിലാണെങ്കിൽ 6 കിട്ടത്തുള്ളൂ. ആളുകൾ എവിടെയാണ് കൂടുതൽ പെർസെൻറ്റേജ് കിട്ടുന്ന FDയിൽ കൊണ്ടിടും. പക്ഷേ നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് താഴേക്ക് വരുന്ന സിനാരിയോ ഉണ്ടാകുന്നു എന്ന് കരുതുക. FD 6.5 ആകുന്നു, 6.1 ആകുന്നു. അതായത് ഒരു ഡിക്രീസിങ് ട്രെൻഡ് ഉണ്ടാകുന്നുണ്ട് എന്ന് ആളുകൾക്ക് ഫീൽ ചെയ്യുമ്പോൾ ഈ മൊമെൻറ്റേറ്റ് വെച്ചിട്ട് അവരെന്ത് തീരുമാനിക്കും? ഇവിടെ നിന്നും പൈസ എടുത്ത് എവിടേക്ക് പോകണം? ഗിൽറ്റ് ഫണ്ടുകളിലേക്ക് പോകുന്നതാണ് നല്ലത്. കാരണം ഇനിയും ഇത് താഴ്ന്ന് വല്ല 5.9 വരാം, അല്ലെങ്കിൽ 5.5 വരാം. അങ്ങനെ താഴാനുള്ള ട്രെൻഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്താളുകൾ ഈ ടൈപ്പ് ഫണ്ടിലേക്ക് കൊണ്ടു ചെല്ലുക. സോ ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഓൾസോ കറക്റ്റ്. തേർഡ് വൺ നോക്കൂ. ദീസ് ഫണ്ട്സ് ആർ ഓൾമോസ്റ്റ് റിസ്ക് ഫ്രീ ഇൻ ടേംസ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട്. സോ ഈ ഫണ്ടുകൾ ഓൾമോസ്റ്റ് റിസ്ക് ഫ്രീ ആണെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി എന്തിൻ്റെ കാര്യത്തിൽ? പ്രിൻസിപ്പൽ എമൗണ്ട് പേ ചെയ്യുന്ന കാര്യത്തിൽ. അതായത് നമ്മൾ മുടക്കിയ തുക തിരിച്ചു കിട്ടുന്ന കാര്യത്തിൽ ഇത് റിസ്ക് ഫ്രീ ആണ് ഓൾമോസ്റ്റ്. സ്വാഭാവികമല്ലേ? നമുക്കത് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം എന്തുകൊണ്ടാണ് ഇത് റിസ്ക് ഫ്രീ ആണ് എന്ന് പറയാൻ കാരണം? ഒന്നാമത്തെ കാര്യം എന്താണ്? ഇത് ഡെറ്റ് ഫണ്ടാണ്, ഇക്വിറ്റി അല്ല. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതൊരു ഡെറ്റ് ഫണ്ടാണ്. സോ ഇക്വിറ്റി ഫണ്ട് അല്ലാത്തത് കൊണ്ട് തന്നെ റിസ്ക് കുറവാണ്. രണ്ടാമത്, ഇവിടെ ആരാണ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്? ഉറപ്പ് നൽകുന്നത്? ഗവൺമെൻറ് ആണല്ലേ. സർക്കാരാണ് ഇവിടെ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൈവറ്റ് ബാങ്കോ ഒന്നും അല്ല നമുക്കിവിടെ ഉറപ്പ് തരുന്നത്, സർക്കാർ ഉറപ്പ് തരികയാണ്. സോ സർക്കാരിൻ്റെ ഉറപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം, അവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്തായാലും നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കും. പ്രിൻസിപ്പൽ എമൗണ്ട് എന്നല്ല, പൊതുവേ സർക്കാരിൻ്റെ എല്ലാവിധ സെക്യൂരിറ്റീസും ഭയങ്കര റിസ്ക് ഫ്രീ ആണ്. വലിയ റിസ്ക് ഒന്നുമില്ല. അതായത് മാർക്കറ്റിന് പ്രശ്നങ്ങൾക്ക് വിധേയമായി താഴെ പോകുക അങ്ങനെയൊന്നുമില്ല. എന്തു വന്നാലും സർക്കാർ ഉറപ്പ് പറഞ്ഞിട്ടുള്ള എമൗണ്ട് നമുക്ക് തന്നിരിക്കും. അതുകൊണ്ട് തന്നെ പൊതുവിൽ ഏത് ഗവൺമെൻറ് സെക്യൂരിറ്റി ആണെങ്കിലും ഓൾമോസ്റ്റ് റിസ്ക് ഫ്രീ ആണ്. പിന്നെ പ്രത്യേകിച്ച് ഗിൽറ്റ് ഫണ്ടിൻ്റെ കാര്യം എടുത്ത് പറയാനൊന്നുമില്ല. അതും ഒരു ഇതേ പാത്ത് ഫോളോ ചെയ്യുന്നത് തന്നെയാണ്. സോ ദാറ്റ് മീൻസ് 1, 2 and 3 ആർ ദി കറക്റ്റ് ആൻസേഴ്സ്. ഫാക്ട് ബോക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം, ദി ടേം ഗിൽറ്റ് റെഫേഴ്സ് ടു ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സെക്യൂരിറ്റി മനസ്സിലേക്ക് എത്തിയിരിക്കണം. ഓക്കെ. ആൻഡ് ആസ് പെർ സെബി ഗൈഡ് ലൈൻസ്, ഗിൽറ്റ് ഫണ്ട്സ് മസ്റ്റ് ഇൻവെസ്റ്റ് അറ്റ്ലീസ്റ്റ് 80% ഓഫ് ദെയർ മണി ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആൻഡ് സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഡെവലപ്മെൻറ്റ് ലോൺസ് ആയിക്കോട്ടെ, അതിലേക്കായിരിക്കണം ഒരു ഗിൽറ്റ് ഫണ്ടിൻ്റെ 80% ഇൻവെസ്റ്റ്മെൻറ്റ് പോകേണ്ടത്. ബാക്കി അവർക്ക് ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ 80% വേണം ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസിലേക്കായിരിക്കണം പോയിരിക്കേണ്ടത്. നെക്സ്റ്റ് വേണ്ട ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ഇട്ടു എന്ന് ചോദിച്ചാൽ, ഗ്ലേഷ്യേഴ്സിനെ കുറിച്ച് നല്ല പോലെയൊക്കെ നിങ്ങൾ NCERT ജോഗ്രഫി വായിക്കുമ്പോൾ പഠിച്ചിരിക്കണം. ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസിനെ കുറിച്ച് വായിച്ചു വെക്കുന്നത് നല്ലതാണ്. ഡിസാസ്റ്റർ പരമായിട്ടും ഗ്ലേഷ്യറിനെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ ഹിമാലയൻ റീജിയനിൽ, നമ്മുടെ ഹിമാചൽ പ്രദേശിലും ഒക്കെ വലിയ രീതിയിൽ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പ്രത്യേകിച്ച് ഉത്തരകാശി ഡിസ്ട്രിക്റ്റിലൊക്കെ ഭയങ്കരമായിട്ടുള്ള എന്തുണ്ടാവുന്നുണ്ട്? ഫ്ലഡിങ് ഉണ്ടായി അല്ലേ? അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് ഉത്തരകാശിയിലുണ്ടായത് ക്ലൗഡ് ബേഴ്സ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീടത് തിരിച്ചറിഞ്ഞു, അത് ആക്ച്വലി ഒരു ക്ലൗഡ് ബേഴ്സ്റ്റ് അല്ല, പകരം അതൊരു ഗ്ലോഫ് ആണ്. അതായത് ഗ്ലേഷ്യൽ ലേക്ക് ക്ലൗഡ് ബേഴ്സ്റ്റ് ഫ്ലഡ് ആണ്. ഓക്കെ, ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട് ബസ്റ്റ് കാരണമുണ്ടായ ഫ്ലഡാണ് ഉത്തരകാശിയിൽ നടന്നിരിക്കുന്നത് എന്നാണ് അവസാനം വന്നിരിക്കുന്ന ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇൻറ്റിമേഷൻ.
അതുകൊണ്ട് ഗ്ലേഷ്യേഴ്സ് നല്ലവർക്ക് നോക്കി വെക്കാം. നോക്കൂ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ടിപ്പിക്കൽ ട്രിഗർ ഫോർ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേർസ്റ്റ് ഫ്ലഡ്സ്? ഗ്ലോഫിന് ടിപ്പിക്കൽ ട്രിഗർ അല്ലാത്ത, ഗ്ലോഫിന് കാരണക്കാരനല്ലാത്ത ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ, ഒരു ടിപ്പിക്കൽ ഇഷ്യൂ ഇതിനകത്ത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, എക്സസീവ് സ്നോഫോൾ, ബി എ സിവിയർ earthquake in the region, സി എ landslide or rockfall onto the glacial lake, and D a rapid increase in the water level of lake due to heavy rainfall or rapid melting. ഇവിടെ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബസ്റ്റ് കാരണം ഫ്ലഡ് ഉണ്ടാവാനുള്ള 3 പ്രധാന റീസൺസും ഒരെണ്ണം അതിൻ്റെ റീസൺ അല്ലാത്തതും കൊടുത്തിട്ടുണ്ട്. ഒബ്വിയസ് ആണ് അല്ലേ? ഫ്ലഡ് ഉണ്ടാവാനുള്ള റീസൺ, അതും ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേർസ്റ്റ് കാരണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാവണം? എന്തായാലും ഒരു എർത്ത്, അതായത് ഗ്ലേഷ്യറിലേക്ക് ഉള്ളിടത്ത് ഒരു എർത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫ്ലഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു ലാൻഡ് സ്ലൈഡോ അല്ലെങ്കിൽ ഗ്ലേഷ്യർ ലേക്കിലേക്ക് വലിയ പാറ വന്ന് പതിക്കുകയാണെങ്കിലും എന്തുണ്ടാവും? ഒരു ഫ്ലഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലേക്കിലെ വാട്ടർ ലെവൽ കൂടിയാൽ പറയാനില്ലല്ലോ, ഉറപ്പായിട്ടും എന്തുണ്ടാവും? ഫ്ലഡ് ഉണ്ടാവും. പക്ഷെ എക്സസീവ് സ്നോഫോൾ കാരണം ഗ്ലോഫ് ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, എക്സസീവ് സ്നോഫോളൊക്കെ ഉണ്ടായി ഭയങ്കരമായിട്ട് വലിയ ഒരു മഞ്ഞു മലയൊക്കെ വന്ന് ഈ ഗ്ലേഷ്യർ ലേക്കിലേക്ക് വീഴുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ ചിലപ്പോൾ ഫ്ലഡ് ഉണ്ടായെന്ന് വരാം. പക്ഷേ എക്സസീവ് സ്നോഫോൾ ഒരു ടിപ്പിക്കൽ റീസണായിട്ട് നമുക്ക് കാണിക്കാനൊക്കത്തില്ല. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് അവർ റൈറ്റ് ആൻസർ. സോ ഗ്ലോഫ് കൃത്യമായിട്ട് വായിച്ചു വെക്കുക. ഗ്ലേഷ്യറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് NCERT ജിയോഗ്രഫി ടെക്സ്റ്റുകളിൽ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ, അഗ്രികൾച്ചറിൽ നിന്നാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഡൈഅമോണിയം ഫോസ്ഫേറ്റ് ഇസ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫെർട്ടിലൈസർ ഇൻ ഇന്ത്യ. സി, ഇവിടെ നിങ്ങൾക്ക് ലോജിക്ക് വർക്കൗട്ട് ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ലോജിക്ക് വർക്കൗട്ട് ചെയ്യിപ്പിക്കാം. ഡാപ്പ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസർ എന്ന് പറയുന്നു. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫെർട്ടിലൈസർ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉറപ്പായിട്ടുമല്ല. പിന്നെ ഏതാ? യൂറിയ. യൂറിയ എന്ന് പറയുന്ന സാധനം ഇന്ത്യക്കാർ അമിതമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അത് കഴിഞ്ഞിട്ട് ആർക്ക് സെക്കൻഡ് പ്ലേസ് മാത്രമേ ഉള്ളൂ? ഡാപ്പിന്. ഡൈഅമോണിയം ഫോസ്ഫേറ്റിന് 2ാം സ്ഥാനം മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ഒന്ന് റോങ് ആകുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? ബി ആവാം, സി ആവാം. നെക്സ്റ്റ് ഒന്ന് നോക്കൂ, ഫോസ്ഫേറ്റിക് ആൻഡ് പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സ് അണ്ടർ ഓപ്പൺ ജനറൽ ലൈസൻസ്. അറിയാത്തവരെ ഓപ്പൺ ജനറൽ ലൈസൻസ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഒന്നും പറയാനില്ല, അതിൻ്റെ നമുക്ക് ആൻസറിലേക്ക് എത്താനൊക്കത്തില്ല. തേർഡ് വൺ നോക്കൂ, അമോണിയം ഫോസ്ഫേറ്റ് സൾഫേറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ആൾട്ടർനേറ്റീവ് ഫോർ ഡാപ്പ് ആസ് APS കണ്ടെയ്ൻസ് മോർ ഫോസ്ഫറസ് ദാൻ ഡാപ്പ്. സി, ഇത് നിങ്ങൾ ഒറ്റയടിക്ക് കണ്ടൻറ്റ് വെച്ച് ക്രാക്ക് ചെയ്യാൻ നോക്കിയാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ വായിച്ചിട്ടുള്ളവർക്കൊക്കെയാണ്, അല്ലാത്തവർക്കൊക്കെ അല്ല. ഇവിടെ പറയുന്നത് ഡാപ്പിന് പകരമായിട്ട് APS യൂസ് ചെയ്യാം, ബിക്കോസ് APSൽ കൂടുതൽ ഫോസ്ഫറസ് കണ്ടൻറ്റ് ഉണ്ട് എന്ന് പറയുന്നു. ഞാൻ പറയട്ടെ, ഈ സ്റ്റേറ്റ്മെൻറ്റിന് വേറെ ഒന്നുമല്ല, ഈ ഒരു സെൻറ്റൻസ് ഇവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിരുന്നു അല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വെച്ച് കംപ്ലീഷനാണ്. നിങ്ങളൊന്ന് വായിച്ച് നോക്കി, അമോണിയം ഫോസ്ഫേറ്റ് സൾഫേറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഓൾട്ടർനേറ്റീവ് ഫോർ ഡാപ്പ്. അവിടെ വെച്ചൊരു ഫുൾ ഫോം ഇട്ടിട്ട് ഈ ബാക്കി പോർഷൻ തന്നില്ലായിരുന്നെങ്കിലും എന്താണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഫാക്റ്റും കൂടെ ചേർത്ത് തന്നേക്കുന്നുണ്ടോ? ആ APS കണ്ടെയ്ൻസ് മോർ ഫോസ്ഫറസ് ദാൻ ഡാപ്പ്. അതായത് ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആകുമായിരുന്ന സെൻറ്റൻസിന് ഒരു എക്സ്ട്രാ ഏച്ചുകെട്ടൽ നമ്മൾ പറയത്തില്ല, എക്സ്ട്രാ ഫാക്റ്റും കൂടെ തന്ന് ആ സ്റ്റേറ്റ്മെൻറ്റിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, റോങ് ആവാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അവിടെയാണ് അതിൻ്റെ ട്വിസ്റ്റ് ഇരിക്കുന്നത്. ഞാനീ പറയുന്നത് എങ്ങനെ നമുക്ക് സ്ട്രാറ്റജിക്കലി നിവൃത്തിയൊന്നുമില്ലാതിരിക്കുമ്പോൾ കയ്യിൽ നിന്നും സ്ട്രാറ്റജി പ്രയോഗിച്ച് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ്, ആ ഡാപ്പ്, ഓൾട്ടർനേറ്റീവ് ഫോർ ഡാപ്പ് എന്ന് പറഞ്ഞതിനകത്ത് വെച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ചേർത്ത സാധനം, അങ്ങനെ എക്സ്ട്രാ ചേർക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. തീർച്ചയായിട്ടും അതാണ് UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പ്രീവിയസ് ഇയർ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സ്റ്റൈല്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാനിതിനെ റോങ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ട്, അത് ഞാൻ എല്ലായിടത്തും ഫോളോ ചെയ്തിരിക്കും. അങ്ങനെ എൻ്റെ ഉത്തരം ബിയിലേക്ക് ഞാൻ എത്തിക്കും. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ, എൻ്റെ കോമൺ
ഒരു ആസ്പിരൻ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന യൂറിയ ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്തു. സെക്കൻഡ് എനിക്കറിയത്തില്ല. തേർഡ് ലോജിക്കലി സ്ട്രാറ്റജിക്കലി നമ്മുടെ സ്ഥിരം ടെക്നിക്കലി യൂസ് ചെയ്തിട്ട് ഞാൻ എലിമിനേറ്റ് ചെയ്തു വെച്ചു. എൻ്റെ ആൻസർ 2 only എന്നുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ 2 only ശരി തന്നെയാണ്. കാരണം APSനകത്ത് എന്താണ്, APS ഡാപ്പിന് പകരമായിട്ട് യൂസ് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഡാപ്പിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ് എന്ത്, അമോണിയം ഫോസ്ഫേറ്റ് സൾഫേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് അതിനകത്ത് പ്രശ്നം, ഇറ്റ് കണ്ടെയ്ൻസ് എ ലോവർ ഫോസ്ഫറസ് കണ്ടന്റ്. കണ്ടോ, APSൽ ഫോസ്ഫറസ് കണ്ടന്റ് കുറവാണ്. ഡാപ്പിൽ 46 ഉണ്ടെങ്കിൽ APSൽ അത് 20% മാത്രമേ ഉള്ളൂ. APSൽ ഫോസ്ഫറസ് കണ്ടന്റ് കുറവാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കെട്ടി വെക്കുന്ന ഫാക്റ്റുകൾ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗങ്ങൾ അത് തെറ്റാനുള്ള വലിയ സാധ്യതയുണ്ട്. നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വെച്ചേക്കുക. നിവർത്തിയില്ലെങ്കിൽ എടുത്ത് പ്രയോഗിക്കുക. സോ ദാറ്റ് മീൻസ് അവർ ആൻസർ ഈസ് 2 only. നെക്സ്റ്റ് നോക്കൂ, വിത്ത് റെസ്പെക്ട് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ടേംസ് പ്രൂഫ് ഓഫ് വർക്ക് ആൻഡ് പ്രൂഫ് ഓഫ് സ്റ്റേക്ക് കോമൺലി റിലേറ്റഡ്. ഇതിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രണ്ട് കാര്യങ്ങൾ അവിടെ തന്നു. പ്രൂഫ് ഓഫ് വർക്കും പ്രൂഫ് ഓഫ് സ്റ്റേക്കും തന്നിട്ടുണ്ട്. ഇതിൽ എന്തുമായിട്ട് ബന്ധപ്പെടുന്നു നോക്കുക. ഓപ്ഷൻ എ, മെത്തേഡ്സ് യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ ടു ഡിറ്റർമിൻ ഐഡിയൽ ടൈം ഫോർ ക്രോപ്പ് ഹാർവെസ്റ്റിംഗ്. തീർച്ചയായിട്ടും ആ പേരിൽ നിന്ന് എന്താണ് നമുക്കിതിനെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കും അല്ലേ. പ്രൂഫ് ഓഫ് വർക്കോ അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് സ്റ്റേക്കോ ഒന്നും അതുകൊണ്ട് മാച്ച് ആവുന്നില്ല. സെക്കൻഡ് നോക്കുക, ഫിനാൻഷ്യൽ മോഡൽസ് ഫോർ കാൽക്കുലേറ്റിംഗ് എ കമ്പനീസ് മാർക്കറ്റ് ഷെയർ ആൻഡ് പ്രോഫിറ്റബിലിറ്റി. സ്വാഭാവികമായിട്ടും നോർമലി ആസ്പിറൻസി ബിസിനസ് പേജോ എക്കണോമി പേജോ ഒന്നും വായിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇതാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമുണ്ടാകും. മൂന്നാമത്തെ നോക്കുക, കൺസെൻസസ് മെക്കാനിസംസ് യൂസ്ഡ് ബൈ ക്രിപ്റ്റോ കറൻസീസ് ടു വെരിഫൈ ന്യൂ ട്രാൻസാക്ഷൻ. സ്വാഭാവികമാണ്, ഈ ക്രിപ്റ്റോ കറൻസി, ബ്ലോക്ക് ചെയിൻ, ഈ സാധനങ്ങളൊക്കെ ഒരുപാട് ന്യൂസിൽ വരികയും ആസ്പിറൻസിനിടയ്ക്ക് ഒരു ഹോട്ട് ടൈം ആയിട്ട് നിൽക്കുന്നതുകൊണ്ടും അതും ആവാം എന്ന് നമ്മൾ ചിന്തിക്കും. ലാസ്റ്റ് വൺ നോക്കുക, മെത്തേഡ്സ് ഫോർ മൈനിങ് പ്രഷ്യസ് മെറ്റൽസ് യൂസിങ് അഡ്വാൻസ്ഡ് ജിയോളജിക്കൽ സർവേസ്. പ്രൂഫ് ഓഫ് വർക്ക് എന്നൊന്നും പറയുന്ന സാധനം ഇതുമായിട്ട് മാച്ചാവുന്നില്ല അല്ലേ. പ്രൂഫ് ഓഫ് വർക്ക്, പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്നൊന്നും പറയുന്ന പ്രഷ്യസ് മെറ്റൽസ് മൈൻ ചെയ്യുന്ന മെത്തേഡ്സ് ഒന്നും ആയിരിക്കത്തില്ല എന്നുള്ള ലോജിക്ക്, പ്യുവർ ലോജിക്കാണ്. അപ്പം ബിയിലോ സിയിലോ എത്തി നിൽക്കുകയാണ്. 50-50 എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണ് കളിയിരിക്കുന്നത്. ഒറ്റ അടി അടിച്ചേക്കുക, ഏതേലും ഒരെണ്ണം കിട്ടും. നമുക്ക് നോക്കാം ഏതാണ് ഉത്തരം എന്ന്. പ്രൂഫ് ഓഫ് വർക്കും പ്രൂഫ് ഓഫ് സ്റ്റേക്കും എന്തിൻ്റെ ഉത്തരങ്ങളായിട്ട് വരുന്നു. ദീസ് ആർ കൺസെൻസസ് മെക്കാനിസംസ് യൂസ്ഡ് ബൈ ക്രിപ്റ്റോ കറൻസീസ് ടു വെരിഫൈ ന്യൂ ട്രാൻസാക്ഷൻ. അതായത് ക്രിപ്റ്റോ കറൻസി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്, ബ്ലോക്ക് ചെയിൻസ് അല്ലേ. ബ്ലോക്ക് ചെയിനുകളിൽ കൂടെയാണ് ക്രിപ്റ്റോ കറൻസികൾ വർക്ക് ചെയ്യുന്നത്, അതിനെ വെരിഫൈ ചെയ്യുന്നതൊക്കെ. ക്രിപ്റ്റോ കറൻസീസ് മൈൻ ചെയ്തെടുക്കുന്നത് കൂടെ തന്നെ അങ്ങനെ അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതായത് ഓൺലൈൻ ഓരോ പസിൽസാണ്. ഈ പസിൽസ് സോൾവ് ചെയ്ത് വന്നിട്ടാണ് ഓരോ ട്രാൻസാക്ഷനും വെരിഫൈ ചെയ്യുന്നതും അത് ഓരോ ബ്ലോക്കിലേക്ക് ആഡ് ആക്കി വിടുന്നതും. അപ്പം അതിൻ്റെ ആ ക്രിപ്റ്റോ കറൻസീസിൻ്റെ ട്രാൻസാക്ഷൻ നടന്നു എന്ന് വെരിഫൈ ചെയ്യുന്ന കൺസെൻസസ് മെക്കാനിസത്തിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ പേരാണ് പ്രൂഫ് ഓഫ് വർക്കും പ്രൂഫ് ഓഫ് സ്റ്റേക്കും. പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സിസ്റ്റം വെയർ കമ്പ്യൂട്ടേഴ്സ് കോമ്പീറ്റ് ടു സോൾവ് കോംപ്ലക്സ് പസിൽസ് ടു വാലിഡേറ്റ് ട്രാൻസാക്ഷൻസ് ആൻഡ് സെക്യൂർ ദി നെറ്റ്വർക്ക്. അതായത് നല്ല ഹൈ പെർഫോമൻസ് ഉള്ള കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പിന്നിലുള്ള മൈനേഴ്സ് ഈ ട്രാൻസാക്ഷൻസ് അവരുടെ കമ്പ്യൂട്ടിംഗ് പവർ, ഇവിടെ ബേസിക്കലി എന്താണ് കമ്പ്യൂട്ടിംഗ് പവർ യൂസ് ചെയ്തിട്ടാണ് പ്രൂഫ് ഓഫ് വർക്കിൽ ആ സൊല്യൂഷൻസിലേക്ക് എത്തുന്നത്. അതായത് നല്ല പെർഫോമൻസ് ഉള്ള നല്ല സിസ്റ്റമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളിന് ആ പസിൽ സോൾവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ആരാണോ സോൾവ് ചെയ്യുന്നത് അയാളാണ് ആ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുന്ന ആൾ. ലാസ്റ്റിൽ ആ പസിൽ സോൾവ് ചെയ്യുന്ന വ്യക്തി ആരാണോ അയാളാണ് അത് ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്തതായിട്ട് കണക്കാക്കുക. അപ്പോൾ എന്ത് പറ്റും, ഇവരെപ്പോഴാണോ ഒരു ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പസിൽ സോൾവ് ചെയ്യുന്നത് ഇവർക്കൊരു റെമ്യൂണറേഷൻ കിട്ടും. മനസ്സിലായി. സോ ബേസിക്കലി ആ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ഒരു കുറച്ച് ഭാഗം ഇവർക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം, പ്രൂഫ് ഓഫ് വർക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടിംഗ് പവറുള്ള ആര് വിചാരിച്ചാലും ഇത് നടത്താൻ പറ്റും. സോ ബേസിക്കലി എന്താണ്, ഒരു ഹാക്കർക്ക് നല്ല കമ്പ്യൂട്ടിംഗ് പവറുള്ള ഒരു ഹാക്കർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്കും ഈ സിസ്റ്റത്തിലേക്ക് കടന്നു കയറാനൊക്കും. അതാണ് പ്രൂഫ് ഓഫ് വർക്കിൻ്റെ ഒരു പ്രശ്നം. പ്രൂഫ് ഓഫ് സ്റ്റേക്ക് അങ്ങനെയല്ല. പ്രൂഫ് ഓഫ് വർക്കിൽ ഞാൻ പറഞ്ഞു നല്ല പവറുള്ള കമ്പ്യൂട്ടേഴ്സ് ഏറ്റവും സ്പീഡിൽ ആരാണോ പസിൽ സോൾവ് ചെയ്യുന്നത് അയാളുടെ കയ്യിലിരിക്കും അതിൻ്റെ റിവാർഡ്. പക്ഷേ പ്രൂഫ് ഓഫ് സ്റ്റേക്കിൽ അങ്ങനെയല്ല. പ്രൂഫ് ഓഫ് സ്റ്റേക്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
സ്റ്റേക്കിനനുസരിച്ചാണ് വേരിഫൈ ചെയ്യാനുള്ള അധികാരം നമുക്ക് കിട്ടുക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൂടുതൽ ക്രിപ്റ്റോ കറൻസി ഉള്ള ആളിനായിരിക്കും ഏറ്റവും കൂടുതൽ തവണ ഈ ട്രാൻസാക്ഷൻസ് വേരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുക. അപ്പം കുറവുള്ള ആളിന് അത്രയും കുറവ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 1000 ക്രിപ്റ്റോ കറൻസി ഉണ്ട്, മറ്റൊരാളുടെ 10 ക്രിപ്റ്റോ കറൻസി ഉള്ളൂ എന്ന് കരുതുക. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ സിസ്റ്റം ഓൺലൈനിലുണ്ട്. പ്രൂഫ് ഓഫ് സ്റ്റേക്ക് പ്രകാരമാണെങ്കിൽ അവിടെ നടക്കുന്ന ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസും വെരിഫൈ ചെയ്യാൻ എനിക്കായിരിക്കും കിട്ടുക. കാരണം ഞാനാണ് അവിടെ സ്റ്റേക്ക് കൂടുതലുള്ള വ്യക്തി. മനസ്സിലായില്ലേ? അവിടെ എനിക്ക് റിവാർഡായിട്ട് പകരം ഒരു ചെറിയ ഫീസ് ആയിരിക്കും കിട്ടുക. അല്ല, ഞാൻ സോൾവ് ചെയ്ത പസിലിൻ്റെ ഒരു ഭാഗമായിരിക്കത്തില്ല, എനിക്ക് ഫീസ് എന്ന് പറഞ്ഞ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും കിട്ടുക. മനസ്സിലായോ? ഇവിടുത്തെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഹാക്കറുകളെ സംബന്ധിച്ചിടത്തോളം, ഹാക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് ഇതിലേക്ക് നുഴഞ്ഞു കയറാനൊക്കില്ല. കാരണം എന്താ? കാരണം ഓൾറെഡി ഇതിൽ നല്ല വർക്കൊക്കെ എടുത്തിട്ടുള്ള ആളായിരിക്കുമല്ലോ ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റേക്കുള്ള വ്യക്തി. അപ്പം സ്റ്റേക്ക് ഇപ്പോൾ പുതിയതായിട്ടൊരു ഹാക്കർ എൻ്റർ ആവുകയാണെങ്കിൽ അയാൾക്ക് സ്റ്റേക്ക് ഭയങ്കര കുറവായിരിക്കും ഇനീഷ്യലി. അയാൾ കുറഞ്ഞു നിൽക്കുമ്പോൾ അയാളുടെ കയ്യിലേക്ക് കിട്ടുന്ന വേരിഫിക്കേഷന് വരുന്ന ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണവും വളരെ കുറവായിരിക്കും. അപ്പം ബേസിക്കലി പ്രൂഫ് ഓഫ് വർക്കും പ്രൂഫ് ഓഫ് സ്റ്റേക്കും ക്രിപ്റ്റോ കറൻസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിൽ വെക്കണം. കാരണം ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്.